ബോൺസായി എന്ന കുഞ്ഞം മരങ്ങളാൽ ഹരിതാപമാണ് വയനാട് സ്വദേശി ബാബു പോളിൻ്റെ വീട്ടുമുറ്റം. ബാബു പോൾ വത്സ ദമ്പതികളുടെ 20 സെന്റ് പുരയിടത്തിൽ 70 വർഷം പ്രായമുള്ള അരയാൽ മുതൽ വൈവിധ്യങ്ങളായ 150ഓളം ഇനങ്ങൾ മരങ്ങളുണ്ട്. കൂറ്റൻ വൃക്ഷങ്ങളായി മാറുന്ന മരങ്ങളെ 3 അടിയോളം വലുപ്പത്തിൽ ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനെയാണ് ബോൺസായി മരങ്ങൾ എന്നു പറയുന്നത്. വേരുകൾ നിറഞ്ഞ അരയാൽ, അത്തി, വീട്ടി, മാവ്, പുളി, പ്ലാവ്, ഇലഞ്ഞി തുടങ്ങി 3 അടിയോളം ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന 70 വർഷം പ്രായമുള്ള വൻമരങ്ങളാൽ സമ്പന്നമാണ് ബാബുവിന്റെ വീട്ടുമുറ്റം. ഇപ്പം എൻ്റെ 20 സെൻറ്റ് സ്ഥലത്ത് തന്നെ 350 മരങ്ങളോളം വൻ വൃക്ഷങ്ങൾ തന്നെ വളർത്തുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത മരങ്ങളെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു. പിന്നെ ഇത്ര ഒരു പ്രകൃതി ഒരു ശരിക്കൊരു പഠനമാണിത്. ഒരു മരങ്ങളെ ഒരു പ്രകൃതിയായിട്ടൊരു നല്ല താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസം രാവിലെ നമുക്ക് ഓരോ ചെടിക്ക് വരുന്ന ഓരോ മാറ്റങ്ങളും എല്ലാം പഠിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വലിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ട്. വീടുകളും പറമ്പും ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മരങ്ങളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ ഏത് വൻവൃക്ഷവും ചെടിച്ചട്ടികളിൽ വളർത്താമെന്ന് ബാബു പറഞ്ഞു. ചൈനയിൽ തുടക്കമിട്ട ബോൺസായി സംസ്കാരം ഇപ്പോൾ ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് സാധാരണക്കാരുടെ വീടുകളിൽ വരെ പ്രൗഢിയുടെ ഹരിത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. സ്ഥലപരിമിതിയിൽ വേവലാതിപ്പെടുന്ന മലയാളികൾക്ക് പച്ചപ്പിൻ്റെ ലോകത്തേക്കുള്ള വഴിയാണ് ബാബു പോൾ വത്സ ദമ്പതികൾ കാണിച്ചു തരുന്നത്. ഈ ദമ്പതികൾക്ക് കാഴ്ചയ്ക്കപ്പുറത്തിൻ്റെ എല്ലാ ആശംസകളും. വാർത്താ വേഗത്തിനിടയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടുപോയ ജീവിത ചിത്രങ്ങളുടെ ഏടുകളാണ് കാഴ്ചയ്ക്കപ്പുറം പങ്കുവയ്ക്കുന്നത്. നീതി തേടുന്ന ജീവിതകഥകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾക്ക് എഴുതുക. ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു. എഴുതേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, കാഴ്ചയ്ക്കപ്പുറം, ജയന്ത് TV, ഫോർട്ട് PO, തിരുവനന്തപുരം 23. വീണ്ടും അടുത്തയാഴ്ച. ജയ് ഹിന്ദ്.